आदिपरमहंस परिव्राजकाचार्य अष्टोत्तर श्रीमद् भक्ति सिद्धांत सरस्वती गोस्वामी महाराज की जय। अनंत कोटि वैष्णववृंद की जय। आचार्य हरिदास ठाकुर की जय। प्रेम से श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद की जय। पिता गौर प्रेमानंदी जय। All glories to some devotees, all glories to some devotees. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Om Namo Bhagavate Vasudevaya. കൃഷ്ണ എല്ലാവർക്കും ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സ്വാഗതം. അധ്യായം 15 പുരുഷോത്തമ യോഗം. ഇന്നത്തെ ശ്ലോകങ്ങൾ 12, 14. ശ്ലോകം 12. യത് ആദിത്യഗതം തേജഃ ജഗത് ഭാസയത്തെ അഖിലം ചന്ദ്രമസ്തി യച്ച് ആഗ്നൗ തത്തേജോ വിദ്ധി മാമകം. യദാദിത്യഗതം തേജോ ജഗദ്ഭാസയത്തെ അഖിലം യച്ചന്ദ്രമസി യച്ചാഗ്നൗ തത്തേജോ വിദ്ധി മാമകം. യദാദിത്യഗതം തേജോ ജഗദ്ഭാസയത്തെ അഖിലം യച്ചന്ദ്രമസി യച്ചാഗ്നൗ തത്തേജോ വിദ്ധി മാമകം. യദാദിത്യഗതം തേജോ ജഗദ്ഭാസയത്തെ അഖിലം യച്ചന്ദ്രമസി യച്ചാഗ്നൗ തത്തേജോ വിദ്ധി മാമകം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യദാദിത്യഗതം തേജോ ജഗദ്ഭാസയത്തെ അഖിലം യച്ചന്ദ്രമസി യച്ചാഗ്നൗ തത്തേജോ വിദ്ധി മാമകം. ആദിത്യഗതമായ സൂര്യനിലുള്ള യത്തേജഃ യാതൊരു തേജസ് അഖിലമായ മുഴുവൻ ജഗത്തിനെ ഭാസയതെ ഭാസിപ്പിക്കുന്നു, പ്രകാശിപ്പിക്കുന്നു. ചന്ദ്രമസിൽ യാതൊരു തേജസ്സുണ്ടോ, അഗ്നൗച അഗ്നിയിലും യാതൊരു തേജസ്സുണ്ടോ, തത് തേജഃ ആ തേജസ് മാമകം എന്റേതാണെന്ന് വിദ്ധി നീ ധരിച്ചാലും. വിവർത്തനം: പ്രപഞ്ചത്തിലെ അന്ധകാരം അത്രയും നീക്കി അതിനെ ശോഭാമാനമാക്കുന്ന സൂര്യന്റെ തേജസ് എന്നിൽ നിന്നാണ് വരുന്നത്. ചന്ദ്രന്റെയും അഗ്നിയുടെയും തേജസ്സുകളും എന്നിൽ നിന്ന് തന്നെ വരുന്നവയാണ്. ഭാവാർത്ഥം ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭോദ് മഹാരാജ് കി ജയ്. കാര്യങ്ങളുടെ യഥാർത്ഥ സ്ഥിതി ബുദ്ധിഹീനന്മാർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. എന്നാൽ ഇവിടെ ഭഗവാൻ വിശദീകരിക്കുന്നത് മനസ്സിലാക്കുന്നത് കൊണ്ട് ജ്ഞാനത്തിന്റെ വഴിയിൽ ചുവടുറപ്പിക്കാം. സൂര്യചന്ദ്രന്മാരും അഗ്നിയും വൈദ്യുതിയും ഏവർക്കും സുപരിചിതങ്ങളായ ദൃശ്യങ്ങളാണ്. ഇവയുടെയെല്ലാം തേജസ്സുകൾക്ക് പരംപുരുഷനായ ഭഗവാനാണ് ഉറവിടം എന്ന് അറിയാൻ ശ്രമിക്കുകയേ വേണ്ടൂ. കൃഷ്ണാവബോധത്തിന്റെ ആരംഭമായ ഈ ജീവിത ദർശനം ലഭിക്കുമ്പോൾ ഭൗതിക ലോകത്തിൽ ബന്ധനായ ജീവാത്മാവിന് സാരമായ പുരോഗതി ഉണ്ടാവും. തികച്ചും ഭഗവത് അംശങ്ങളാണ് ജീവാത്മാക്കൾ. അവർക്ക് സ്വഭവനമായ ഭഗവത്ധാമത്തിൽ തിരിച്ചെത്താൻ എങ്ങനെ കഴിയുമെന്നാണ് ഇവിടെ ഭഗവാൻ സൂചിപ്പിക്കുന്നത്. സൗരയൂഥത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നത് സൂര്യനാണെന്ന് ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കാം. വേറെയും വിശ്വങ്ങളും സൗരഗ്രഹ മണ്ഡലങ്ങളും ഉണ്ട്. സൂര്യചന്ദ്രന്മാരും ഗ്രഹങ്ങളുമുണ്ട്. എന്നാൽ ഓരോ വിശ്വത്തിലും സൂര്യൻ ഒന്നു മാത്രമേ ഉള്ളൂ.
ചന്ദ്രൻ നക്ഷത്രങ്ങളിൽ ഒന്നാണെന്ന് ഭഗവത്ഗീത. നക്ഷത്രാണമഹം ശശി ഭഗവത്ഗീത 10:21. ഭഗവാന്റെ പരവ്യോമത്തിലെ ആധ്യാത്മിക ജ്യോതിസാണ് സൂര്യപ്രകാശമാകുന്നത്. സൂര്യോദയം മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയായി. അവർ ഭക്ഷണം പാകം ചെയ്യാൻ തീ കൂട്ടുന്നു, ഫാക്ടറികൾ നടത്താനും അഗ്നി ഉപയോഗിക്കുന്നു. മനുഷ്യരുടെ പല പ്രവർത്തനങ്ങൾക്കും അഗ്നിയുടെ സഹായം വേണം. അതുകൊണ്ട് സൂര്യപ്രകാശം, അഗ്നി, നിലാവ് എന്നിവ ജീവാത്മാക്കൾക്ക് എത്രയും ഹിതകാരികളാണ്. അവയുടെ സഹായമില്ലാതെ ഒരു ജീവിക്കും കഴിഞ്ഞുകൂടാനാവില്ല. ഈ നിലയ്ക്ക് മുൻ പറഞ്ഞവയുടെ തേജോവിശേഷങ്ങളെല്ലാം പരമദിവ്യത്വ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്ന് എത്തുന്നു എന്ന അറിവ് കൃഷ്ണാബോധത്തിന് ആരംഭം കുറിക്കുന്നു. ചന്ദ്രപ്രകാശമാണ് സർവ്വസസ്യങ്ങളെയും പോഷിപ്പിക്കുന്നത്. കൃഷ്ണന്റെ കരുണയാലാണ് തങ്ങൾ ജീവിക്കുന്നതെന്ന ബോധം നിഷ്പ്രയാസം ജനങ്ങളിൽ ഉളവാകത്തക്ക വിധം ആനന്ദദായകമാണ് നിലാവ്. ഭഗവത് കരുണയില്ലെങ്കിൽ സൂര്യചന്ദ്രന്മാരാകട്ടെ അഗ്നിയാകട്ടെ ഉണ്ടാകുമായിരുന്നില്ല. അവയുടെ സഹായമില്ലെങ്കിൽ ആർക്കും ജീവിക്കാൻ കഴിയില്ല. ബദ്ധനായ ജീവാത്മാവിനെ കൃഷ്ണാബോധത്തിലേക്ക് നയിക്കുന്നു ഈ ചിന്തകൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 13. ഗാം ആവിശ്യ ച ഭൂതാനി ധാരയാമി അഹം മോജസാ ഉഷ്ണാമി ച ഔഷധി സർവ സോമഃ ഭൂത്വാ രസാത്മകഃ ഗാമാവിശ്യ ച ഭൂതാനി ധാരയാമ്യഹമോജസാ ചൗഷധി സർവാ സോമോ ഭൂത്വാ രസാത്മകഃ ഗാമാവിശ്യ ച ഭൂതാനി ധാരയാമ്യഹമോജസാ ഉഷ്ണാമി ചൗഷധി സർവാ സോമോ ഭൂത്വാ രസാത്മകഃ ഗാമാവിശ്യ ച ഭൂതാനി ധാരയാമ്യഹമോജസാ ഉഷ്ണാമി ചൗഷധി സർവാ സോമോ ഭൂത്വാ രസാത്മകഃ ഗാമാവിശ്യ ച ഭൂതാനി ധാരയാമ്യഹമോജസാ ഉഷ്ണാമി ചൗഷധി സർവാ സോമോ ഭൂത്വാ രസാത്മകഃ രാമചന്ദ്രൻ. ഹരേ കൃഷ്ണ. ഗാമാവിശ്യ ഭൂതാനി ധാരയാമ്യഹമോജസാ ഉഷ്ണാമി ചൗഷധി സർവ സോമോ ഭൂത്വാ രസാത്മകഃ. അഹം ഞാൻ ഗാം ഗ്രഹങ്ങളെ ആവേശിച്ചിട്ട് ഉൾപൂകിയിട്ട് ഓജസ് കൊണ്ട് ബലം കൊണ്ട് ജീവസത്തകളെ ധാരയാമി ധരിക്കുന്നു. രസാത്മകനായ സോമനായി ഭൂത്വ ഭവിച്ചിട്ട് സർവ ഔഷധി സകല ഔഷധികളെയും ഉഷ്ണാമി പോഷിപ്പിക്കുകയും ചെയ്യുന്നു. വിവർത്തനം: ഞാൻ ഓരോ ഗ്രഹത്തിലും ഉൾപൂകി അവയെ എന്റെ ശക്തി കൊണ്ട് ഭ്രമണപഥത്തിൽ നിലനിർത്തുന്നു. ഞാൻ തന്നെ ചന്ദ്രനായി തീർന്ന് എല്ലാ സസ്യങ്ങൾക്കും ജീവരസം പകരുന്നു. ഭാവാർത്ഥം: ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ കി ജയ്. സർവഗ്രഹങ്ങളും വായുമണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഈശ്വര ശക്തിയാലാണ്.
ഓരോ ഗ്രഹങ്ങളിലും ഓരോ ജീവിയിലും ഓരോ അണുവിലുമുണ്ട് ഈശ്വര സാന്നിധ്യം. പരമപുരുഷന്റെ ഒരു പൂർണ്ണദേശമായ പരമാത്മാവ് ഗ്രഹങ്ങളിലും വിശ്വത്തിലും ജീവസത്തയിലും പരമാണുവിൽ പോലും ഉൾച്ചേർന്നിട്ടുണ്ടെന്നാണ് ബ്രഹ്മസംഹിതയിൽ പറയുന്നു. അവിടുത്തെ ഈ അധിവേശത്താലാണ് ഓരോന്നിനും ഉചിതമായ ആവിഷ്കാരം ഉണ്ടാവുന്നത്. ജീവാത്മാവ് ശരീരത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണല്ലോ ശരീരത്തിന് വെള്ളത്തിന് മീതെ പൊങ്ങിക്കിടക്കാൻ കഴിയുന്നത്. ആ ജീവാംശം നഷ്ടപ്പെട്ടാൽ ദേഹം മുങ്ങുന്നു. ജീർണിച്ചു കഴിഞ്ഞാൽ വൈക്കോൽ തുരുമ്പ് പോലെ പൊങ്ങിക്കിടക്കും. എങ്കിലും ഉടൻ മുങ്ങിപ്പോവുക തന്നെയാണ് പതിവ്. ഇങ്ങനെ ഗ്രഹങ്ങളെല്ലാം ശൂന്യാകാശത്തിൽ ഒഴുകി നടക്കുന്നത് ഭഗവാന്റെ പരമശക്തി അന്തർഭവിച്ചിട്ടുള്ളത് കൊണ്ടാണ്. ആ ശക്തി ഒരു പിടി മണ്ണിനെ എന്ന പോലെ ഓരോ ഗ്രഹത്തെയും പുലർത്തിപ്പോരുന്നു. ഒരാൾ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുന്ന മണ്ണ് താഴെ വീഴാൻ സാധ്യതയില്ല. പക്ഷെ അത് കാറ്റത്തെറിയുകയാണെങ്കിൽ വീണ് ചിതറിപ്പോകും. അതുപോലെ വായുവിൽ നീന്തി നടക്കുന്ന ഈ ഗ്രഹങ്ങളും വിശ്വരൂപിയായ ഭഗവാന്റെ മുഷ്ടിക്കകത്താണ്. സർവചരാചരങ്ങളും സ്വസ്ഥാനങ്ങളിൽ സ്ഥിതി ചെയ്യുന്നത് ഭഗവാന്റെ ശക്തിയാലും പ്രഭാവത്താലും തന്നെ. സൂര്യൻ പ്രകാശിക്കുന്നതിനും ഗ്രഹഗോളങ്ങൾ ചലിക്കുന്നതിനും കാരണം ഭഗവാൻ മാത്രമെന്ന് വേദസൂക്തങ്ങളും പ്രസ്താവിക്കുന്നുണ്ട്. അവിടുത്തെ സഹായമില്ലെങ്കിൽ ഈ ഗ്രഹങ്ങളെല്ലാം കാറ്റത്ത് പൊടി പോലെ പറന്നടിഞ്ഞു തീരും. ചെടികൾക്ക് ചന്ദ്രനിലൂടെ പോഷണം കിട്ടുന്നതിന് കാരണവും ഭഗവാനാണ്. ചന്ദ്രന്റെ സ്വാധീന ശക്തി മൂലം സസ്യങ്ങൾ സ്വാദുള്ളവയാകുന്നു. നിലാവില്ലാതെ സസ്യങ്ങൾക്ക് വളരാനോ സ്വാദിഷ്ടമാകാനോ കഴിയില്ല. അങ്ങനെ ഭഗവദ്ദത്തങ്ങളായ വിഭവങ്ങളുടെ സഹായത്താലാണ് മനുഷ്യവർഗം സുഖമായി ജീവിക്കുന്നതും ഭക്ഷിക്കുന്നതും പ്രവർത്തിക്കുന്നതും. ആ സഹായം കൂടാതെ നമുക്ക് ജീവിക്കാനാവില്ല. രസാത്മകം എന്ന വാക്ക് ശ്രദ്ധേയമാണ്. ഭഗവത് നിർദ്ദിഷ്ടമായ ചന്ദ്ര തേജസ്സിന്റെ പ്രഭാവത്താൽ ഏതൊന്നും ആസ്വാദ്യമായി തീരും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാഖയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഗദാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംശ ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനി. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിസിദ്ധാന്ത സരസ്വതീ നാമിനി. ശ്രീവാഷഭാനവീ ദേവി ദൈത്യായ കൃപാബ്ധയേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനി പ്രഭവേ നമഃ. മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനുഗാ ഭക്തിദ ഗൗരകരുണാശക്തി വിഗ്രഹായ നമസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തയേ ദീനതാരിണി രൂപാനുഗാ വിരുദ്ധാഭസിദ്ധാന്താരിണി. നമോ ഗൗരകിശോരായ സാക്ഷാൽ വൈരാഗ്യമൂർത്തയേ വിപ്രലംബര സാംബോധേ പാദാംബുജായതേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനെ ഗൗരശക്തി സ്വരൂപായ രൂപാനുഗാവരായതേ. ഗൗരാവിർഭവ ഭൂമേസ്ത്വം നിർദ്ദിഷ്ട സജ്ജനപ്രിയ വൈഷ്ണവ സാർവഭൗമോ ശ്രീ ജഗന്നാഥായ തേ നമഃ. ശ്രീരൂപ സനാതന ഭട്ട രഘുനാഥ ശ്രീജീവ ഗോപാല ഭട്ട ദാസ രഘുനാഥ ഹേ ജയ ഗൗരി ഗൗരി ചരൺ ബന്ധൻ ജഹാമോദ വിഘ്നനാശ ഇഷ്ടപൂരൻ. കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണ പ്രേമ പ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാമ്നേ ഗൗരത്വഷേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപ സ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ
गोपेश गोपिकान्त राधाकान्त नमोऽस्तुते चेतां सुरतो पङ्गोर्मम मन्त्रमदेर्दधि मत्सर्वस्व पदाम्बोजो राधामदनमोहनो दिव्याद्वन्द्वारण्यकल्पद्रुमदा श्रीमद् रत्नाकरसिंहासनस्थो श्रीमद् राधा श्रीलगोविन्ददेवो ज्येष्ठालभि सेव्यमानो स्मरामि श्रीमन्दासरसारम्भी वंशीवटतटस्थितः कर्षन् वेणुस्वनिर्गोपी गोपीनाथाश्रयेस्तु नः तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद कृष्ण 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 हरे 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 राम हरे हरे कृष्ण 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 हरे 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 राम हरे 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 कृष्ण 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 हरे 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 राम ഹരേ 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 കൃഷ്ണ. എല്ലാവർക്കും ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. യദാദിത്യഗതം തേജോ ജഗദ്ഭാസയതേ അഖിലം യച്ചന്ദ്രമസി യച്ചാഗ്നൗ തത്തേജോ വിദ്ധി മാമകം. പ്രപഞ്ചത്തിലെ അന്ധകാരമത്രയും നീക്കി അതിനെ ശോഭായമാനമാക്കുന്ന സൂര്യന്റെ തേജസ് എന്നിൽ നിന്നാണ് വരുന്നത്. ചന്ദ്രന്റെയും അഗ്നിയുടെയും തേജസ്സുകളും എന്നിൽ നിന്ന് തന്നെ വരുന്നവയാണ്. ഹരേ കൃഷ്ണ. ഇനി പോകുന്നതിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കുകയാണെങ്കിൽ അത് എന്റെ ഭാഗത്തു നിന്നുള്ളത് മാത്രമായിരിക്കും. എന്തെങ്കിലും ശരികൾ ഞാൻ പറയുന്നതിലുണ്ടെങ്കിൽ അത് എന്റെ ശിക്ഷാഗുരുവിന്റെയും ശ്രീല പ്രഭുപാദിന്റെയും വൈഷ്ണവ പരമ്പരയിലെ ആചാര്യന്മാരുടെയും ഭഗവാന്റെയും കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഭക്തരുടെയും പാതാരബന്ധങ്ങളിൽ എന്റെ ഭാഷണം. പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ശ്ലോകത്തിൽ പഠിച്ചു, യോഗികൾക്ക് ഈ ദേഹത്തിന് സംഭവിക്കുന്ന ഓരോ മാറ്റങ്ങളും അവർക്ക് അറിയാൻ കഴിയും. എന്നാൽ സാധാരണക്കാരായ, അതായത് വേദങ്ങളൊന്നും പഠിച്ചിട്ടില്ലാത്ത, മനസ്സിലാക്കിയിട്ടില്ലാത്ത സാധാരണ ജനങ്ങൾക്ക് ഇതൊന്നും അറിയാൻ കഴിയുന്നില്ല. അതായത് ഈ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞിട്ട് വിമൂഢാനാനു പശ്യന്തി ജ്ഞാനചക്ഷുഷ, അതായത് ആ ജ്ഞാനം ലഭിക്കാത്തത് കൊണ്ട് അവർക്ക്, അകക്കണ്ണ് തെളിയാത്തവർക്ക് ഇതൊന്നും അറിയാൻ കഴിയുന്നില്ല. യോഗികൾക്കും ഇതെല്ലാം അറിയാൻ കഴിയുന്നു. എന്നാൽ സാധാരണക്കാരായ ആളുകൾക്ക് ഇതൊന്നും അറിയാൻ കഴിയുന്നില്ല. അവർക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം അവര് ശാസ്ത്രങ്ങളൊന്നും പഠിച്ചിട്ടില്ല. ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് എങ്ങനെ ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കും. അതിനാണ് ഭഗവാൻ പരമകാരുണ്യവാനാണ്. എല്ലാ ജീവാത്മാക്കളും ഭഗവാന് ഒരേപോലെയാണ്, എല്ലാവരെയും കാണുന്ന, ഒരു പക്ഷഭേദവുമില്ലാതെ. അപ്പോ എങ്ങനെയാണ് സാധാരണ മനുഷ്യർക്ക് ഭഗവാനെ കുറിച്ച് അറിയാൻ സാധിക്കുന്നത്, അവരുടെ ഉള്ളിൽ എങ്ങനെയാണ് ഭഗവാനെ കുറിച്ചുള്ള ഓർമ്മ വരുത്തേണ്ടത്, അതും കൂടി ഭഗവാൻ ഇതിലൂടെ പറഞ്ഞു തരികയാണ്. അപ്പോൾ നമ്മള് ആദ്യം ഭഗവാൻ പറയുന്നു സൂര്യന്റെ കാര്യം. ഭഗവാന്റെ തന്നെ എല്ലാം ഭഗവാന്റെയാണ് അല്ലെ. അപ്പോൾ സൂര്യനും ഭഗവാന്റെ തന്നെയാണ്. അപ്പോൾ നമ്മൾ സൂര്യനെ കാണുമ്പോൾ, സൂര്യനാണ് നമ്മളെ ഈ പ്രപഞ്ചത്തിനെ ശോഭായമാനമാക്കുന്നത് അല്ലെ. പ്രപഞ്ചത്തില് സൂര്യൻ ഒരു ദിവസം ഉദിച്ചില്ലെങ്കിലത്തെ അവസ്ഥ എന്തായിരിക്കും? നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കുകയില്ല അല്ലെ. ലോകം തന്നെ നിശ്ചലമായി പോകും. അപ്പോൾ ഭഗവാന്റെ ആ സൂര്യൻ ആയിട്ട് ഭഗവാൻ നമുക്ക് വെളിച്ചം തരുന്നു, ചൂട് തരുന്നു. ഇതെല്ലാം നമുക്ക് കിട്ടുന്നത് ഭഗവാനിൽ നിന്ന് തന്നെയാണെന്നുള്ള ഒരു ബോധം സാധാരണ ഒരു വ്യക്തിക്ക് സൂര്യന്റെ പ്രകാശം കാണുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൽ അങ്ങനെ ഒരു ആ ചിന്ത ഉണർന്നാൽ തന്നെ ആ വ്യക്തിക്ക് കൃഷ്ണാബോധത്തിലേക്ക് ഉയരാൻ സാധിക്കും. അതാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. കാര്യങ്ങളുടെ യഥാർത്ഥ സ്ഥിതി ബുദ്ധിഹീനന്മാർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. എന്നാൽ ഇവിടെ ഭഗവാൻ വിശദീകരിക്കുന്നത് മനസ്സിലാക്കുന്നത് കൊണ്ട് ജ്ഞാനത്തിന്റെ വഴിയിൽ ചുവടുറപ്പിക്കാം. സൂര്യചന്ദ്രന്മാരും അഗ്നിയും വൈദ്യുതിയും ഏവർക്കും സുപരിചിതങ്ങളായ ദൃശ്യങ്ങളാണ്. ഇവയുടെ എല്ലാം തേജസ്സുകൾക്ക് പരംപുരുഷനായ ഭഗവാനാണ് ഉറവിടം എന്നതറിയുവാൻ ശ്രമിക്കുകയേ വേണ്ടൂ. അതായത് സൂര്യൻ മാത്രമല്ല, വൈദ്യുതിയും അഗ്നിയും ഇതൊക്കെ എല്ലാം ഭഗവാന്റെ ആണെന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മുടെ ഉള്ളിലെ ഒരു സൂര്യപ്രകാശം കാണുമ്പോഴായാലും അഗ്നി ഇല്ലെങ്കിലും നമുക്ക് നമ്മുടെ ആവശ്യങ്ങളൊന്നും നടക്കില്ല. അപ്പൊ അതൊക്കെ കാണുമ്പോൾ സാധാരണ ആ വ്യക്തികൾക്ക് അങ്ങനെ ഒരു ചിന്ത ഉള്ളില് വരികയാണെങ്കിൽ ഇതെല്ലാം ഭഗവാനിൽ നിന്നാണ് വരുന്നത്, ഭഗവാനാണ് ഇതെല്ലാം നമുക്ക് തരുന്നത് എന്നുള്ള ഒരു ചിന്ത ഉണരാൻ സാധിച്ചാൽ അവർക്ക് കൃഷ്ണാബോധത്തിലേക്ക് ഉയരാൻ സാധിക്കും. ഇതാണ് ഭഗവാൻ പറയുന്നത്.
കൃഷ്ണാബോധത്തിന്റെ ആരംഭമായ ഈ ജീവിത ദർശനം ലഭിക്കുമ്പോൾ ഭൗതിക ലോകത്തിൽ ബദ്ധനായ ജീവാത്മാവിന് സാരമായ പുരോഗതി ഉണ്ടാവും. തികച്ചും ഭഗവത് അംശങ്ങളാണ് ജീവാത്മാക്കൾ. അതായത് നമ്മളെല്ലാം ജീവാത്മാക്കളാണ്. അപ്പൊ ആത്മാവിനെ അറിയാം, ഭഗവാനിലേക്കാണ് നമ്മൾ എത്തിപ്പെടേണ്ടത്. പക്ഷെ നമ്മുടെ ഈ ശരീരം കിട്ടിയത് കൊണ്ട് നമ്മൾ ഗുണങ്ങളിൽ പെട്ട് അതെല്ലാം നമ്മൾ മറന്നുപോയി. ഇങ്ങനെയുള്ള ഓരോ ചില ചെറിയ കാര്യങ്ങളിലൂടെ നമുക്ക് ഭഗവാനെ കുറിച്ചുള്ള ഓർമ്മ ഉണർത്താൻ കഴിയുകയാണെങ്കിൽ അത് തന്നെയാണ്, അത് എങ്ങനെ ഉണർത്താൻ കഴിയുമെന്നതിന്റെ കാര്യങ്ങളാണ് ഭഗവാൻ ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. സൗരയൂഥത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നത് സൂര്യനാണെന്ന് ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കാം. നമ്മള് ബ്രഹ്മസംഹിതയിൽ പറയുന്നുണ്ട് അല്ലെ. യഥാദിത്യഗതം തേജോ അത് നമ്മളെ ഭഗവത്ഗീതയിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. യഥാദിത്യഗതം തേജോ ജഗത് ഭാസയതയാകിലിപ്പോ നമ്മള് ഇതിൽ പഠിച്ചു. അതല്ലാതെ വേറൊരു ശ്ലോകം കൂടി ബ്രഹ്മസംഹിതയിൽ പറയുന്നു, ചക്ഷുരേഷ സവിത രാജാ സമസ്ത സുരമൂർത്തി രശേഷ തേജ. അതായത് എല്ലാ പ്രപഞ്ചങ്ങളിലും സൂര്യനാണ് പ്രകാശം പരത്തുന്നത്. ആ സൂര്യനാണ് ഭഗവാന്റെ കണ്ണാണെന്നാണ് പറയുന്നത്. അതായത് ഭഗവാന്റെ കണ്ണാണ് സൂര്യൻ. ആ സൂര്യനെ കൊണ്ടാണ് ഭഗവാൻ ഈ പ്രപഞ്ചം മുഴുവൻ പ്രകാശമാനമാക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അതായത് സൂര്യൻ ഇല്ലെങ്കിൽ നമുക്ക് ഒരു ദിവസം, നമുക്ക് ഒരു നിമിഷം പോലും സൂര്യന്റെ പ്രകാശം പകൽ സമയത്ത് ഇല്ലെങ്കിൽ നമുക്കൊന്ന് ചിന്തിക്കാൻ കൂടി കഴിയില്ല അല്ലെ. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? നമ്മൾ മുഴുവൻ അന്ധകാരത്തിലായി പോകുന്നത്. ഒരു പ്രവർത്തനങ്ങളും നടക്കുകയില്ല. സകല ജീവജാലങ്ങൾക്കും പ്രകാശം ആവശ്യമാണ്. അത് തരുന്നത് ഭഗവാനാണ്. ആ സൂര്യനായിട്ട് പ്രകാശിക്കുന്നതും ഭഗവാനാണ്. പിന്നെ പറയുന്നു അഗ്നി ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അല്ലെ. അഗ്നി നമുക്ക് ഫാക്ടറികൾ പ്രവർത്തിക്കണമെങ്കിൽ, പിന്നെ നമുക്ക് ഭക്ഷണം പാകം ചെയ്യുമെങ്കിൽ എല്ലാത്തിനും അഗ്നി ആവശ്യമാണ്. അതേപോലെ തന്നെ വൈദ്യുതി. ഇതൊക്കെ നമുക്ക് തരുന്നത് ഭഗവാനാണെന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ അതിലൂടെ തന്നെ നമുക്ക് കൃഷ്ണാബോധത്തിലേക്ക് ഉയർന്ന് ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഒരു ബോധം സാധാരണ ഒരു മനുഷ്യന്റെ ഉള്ളില് എപ്പോഴാണ് ഉണ്ടാകുന്നത്, അത് കൃഷ്ണാബോധത്തിലേക്ക് ഉയരാൻ ആ വ്യക്തിയെ സഹായിക്കുമെന്നാണ് പറയുന്നത്. സൂര്യോദയത്തോടെ മനുഷ്യരുടെ പ്രവർത്തനം ആരംഭിക്കുകയായി. അവർ ഭക്ഷണം പാകം ചെയ്യാൻ തീ കൂട്ടുന്നു, ഫാക്ടറികൾ നടത്താനും അഗ്നി ഉപയോഗിക്കുന്നു. മനുഷ്യന്റെ പല പ്രവർത്തനങ്ങൾക്കും അഗ്നിയുടെ സഹായം വേണം. അതുകൊണ്ട് സൂര്യപ്രകാശം, അഗ്നി, നിലാവ് എന്നിവ ജീവാത്മാക്കൾക്ക് എത്രയും ഹിതകാരികളാണ്. ഇതേപോലെ നിലാവിന്റെ കാര്യം, അതായത് ചന്ദ്രന്റെ കാര്യമാണ് പറയുന്നത്. ചന്ദ്രനും നമുക്ക് ഏറ്റവും ഉപയോഗപ്രദമാണ് അല്ലെ. ചന്ദ്രന്റെ നിലാവ് അത് നമുക്ക് രാത്രിയിൽ ഏറെ ഗുണപ്രദമാണ്. അവയുടെ സഹായമില്ലാതെ ഒരു ജീവിക്കും കഴിഞ്ഞുകൂടാനാവില്ല. ഈ നിലയ്ക്ക് മുൻ പറഞ്ഞവയുടെ തേജോ വിശേഷങ്ങളെല്ലാം പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്ന് ഉദിക്കുന്നു എന്ന അറിവ് കൃഷ്ണാബോധത്തിന് ആരംഭം കുറിക്കുന്നു. അതാണ് പറയുന്നത്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുകയാണ്, ഭഗവാനിൽ നിന്നാണ് ഇത് ഉണ്ടാകുന്നത് എന്നുള്ളൊരു ബോധം ആ വ്യക്തിക്ക് ഉണ്ടാവുകയാണെങ്കിൽ അത് കൃഷ്ണാബോധത്തിലേക്ക് ഉയരാൻ ആ വ്യക്തിയെ സഹായിക്കുന്നു. ചന്ദ്രപ്രകാശത്തിൽ എന്താണ് സംഭവിക്കുന്നതാണ് അടുത്ത് പറയുന്നത്. അതായത് ചന്ദ്രപ്രകാശം സർവ്വസസ്യങ്ങളെയും പോഷിപ്പിക്കുന്നു. അതായത് ഈ രാത്രിയിലെ ആ ചന്ദ്രന്റെ ആ കുളിർമയേറിയ ആ കിരണങ്ങൾ ഓരോ സസ്യങ്ങളെയും അവർക്ക് അതിലുണ്ടാകുന്ന ഫലങ്ങളെ ഫലഭൂഷ്ടമാക്കാൻ, അതായത് രുചി വർദ്ധിപ്പിക്കാൻ അതില് ചന്ദ്രന്റെ കിരണങ്ങളാണ് സഹായിക്കുന്നത്. അതാണ് ആ ഫലങ്ങൾക്ക് ഇത്രയ്ക്കും സ്വാദേറുന്നത്. അതായത് ചന്ദ്രകിരണങ്ങൾ ഏൽക്കുമ്പോൾ അതിലുള്ള ആ ജ്യൂസ്, ആ ഓരോ പച്ചക്കറികളായാലും ഫലവർഗ്ഗങ്ങളായാലും എല്ലാത്തിന്റെയും ടേസ്റ്റ് വർദ്ധിപ്പിക്കുന്നത് ഈ ചന്ദ്രകിരണങ്ങൾ ഏൽക്കുന്നത് കൊണ്ടാണ്. ചന്ദ്രപ്രകാശമാണ് സർവ്വസസ്യങ്ങളെയും പോഷിപ്പിക്കുന്നത്. കൃഷ്ണന്റെ കരുണയാലാണ് തങ്ങൾ ജീവിക്കുന്നതെന്ന ബോധം നിഷ്പ്രയാസം ജനങ്ങളിൽ ഉളവാക്കത്തക്ക വിധം ആനന്ദദായകമാണ് നിലാവ്. ഭഗവത് കരുണയില്ലെങ്കിൽ സൂര്യചന്ദ്രന്മാരാകട്ടെ അഗ്നിയാകട്ടെ ഉണ്ടാകുമായിരുന്നില്ല. അവിടെ സഹായമില്ലെങ്കിൽ ആർക്കും ജീവിക്കാൻ കഴിയില്ല. ബദ്ധനായ ജീവാത്മാവിനെ കൃഷ്ണാബോധത്തിലേക്ക് നയിക്കുന്നു ഈ ചിന്തകൾ. അതായത് ഈ സൂര്യനെയും ചന്ദ്രനെയും അഗ്നിയെയും ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ അതെല്ലാം ഭഗവാനിൽ നിന്ന് വന്നതാണ് എന്ന ഒരു ചിന്ത ആ ജീവാത്മാവിൽ ഉണരുകയാണെങ്കിൽ ആ വ്യക്തിക്കാണ് കൃഷ്ണാബോധത്തിലേക്ക് ഉയരാൻ കഴിയുന്നത്. അതല്ലാതെ ഭൗതികതയിൽപ്പെട്ട് ബാക്കി സൂര്യൻ അത് എല്ലാ ദിവസവും ഉദിക്കുന്നതാണ്, അങ്ങനെ ഒരു ചിന്തയല്ലാതെ അതിൽ നിന്ന് വേറിട്ട് ഒരു ചിന്ത ആ വ്യക്തിയുടെ ഉള്ളിൽ ഉണരുകയാണെങ്കിൽ ആൾക്ക് കൃഷ്ണാബോധത്തിലേക്ക് ഉയരാം. ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ആ ജിജ്ഞാസ ആളിൽ വളരും. അതായത് നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ് ഇതെല്ലാം എവിടെ നിന്ന് വന്നു, അങ്ങനെ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരണം. അപ്പോഴാണ് നമ്മൾ കൂടുതൽ അതിനറിയാൻ നമ്മൾ ശ്രമിക്കുക. ഇപ്പൊ നമ്മളായാലും ഭഗവത്ഗീത പഠിക്കാനായിട്ട് നമ്മൾ ആരംഭിക്കുമ്പോൾ നമുക്കൊരു കാരണം വേണം അല്ലെ.
അല്ലെങ്കിൽ മാത്രമല്ലേ നമ്മൾ ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് വരികയുള്ളൂ. അപ്പൊ അതിനുണ്ടാകുന്ന ഒരു കാരണമാണ് ഭഗവാൻ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നത്, ഭഗവാനെ കുറിച്ച് അറിയാനുള്ള ഒരു കാരണം. നമ്മളെല്ലാം ഈ ഭഗവത്ഗീത പഠിക്കാൻ വരുമ്പോൾ നമുക്കൊരു കാരണം ഉണ്ടായിരുന്നല്ലേ, എന്തെങ്കിലും ഒരു കാരണമില്ലാതെ നമ്മൾ ഇതിലേക്ക് ചുവട് എടുത്തു വെക്കില്ല. അപ്പോ അതേപോലെ നമ്മൾക്ക് ഒരു കാരണം, അത് ഇപ്പോൾ നമ്മൾ ഈ സൂര്യനെയോ ചന്ദ്രനെയോ നിലാവിനെയോ അഗ്നിയൊക്കെ കാണുമ്പോൾ അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ ഉണരണം. ആ വ്യക്തിക്കാണ് കൃഷ്ണാബോധത്തിലേക്ക് ഉയരാനും ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാനും കൂടുതൽ അറിയാനുമുള്ള ചിന്ത വരുന്നത്. അപ്പോഴാണ് നമ്മൾ അതിനെ കൂടുതൽ ശ്രമിക്കുക. അതാണ് ഭഗവാൻ പറയുന്നത്, ഇതൊക്കെ കാണുമ്പോൾ ആ വ്യക്തിയിൽ ആ ചിന്ത ഉണരണം. കൃഷ്ണ ശ്ലോകം 13. ഗാമാവിശ്യ ച ഭൂതാനി ധാരയാമ്യഹമോജസ ഉഷ്ണാമി ചൗഷധി സർവ സോമോ ഭൂത്വാ രസാത്മകഃ. ഞാൻ ഓരോ ഗ്രഹത്തിലും ഉൾപ്പൂക്കി അവയെ എന്റെ ശക്തി കൊണ്ട് ഭ്രമണപഥത്തിൽ നിലനിർത്തുന്നു. ഞാൻ തന്നെ ചന്ദ്രനായി തീർന്ന് എല്ലാ സസ്യങ്ങൾക്കും ജീവരസം പകരുന്നു. ചന്ദ്രനെ കുറിച്ച് കൂടുതൽ ഇതില് ഭഗവാൻ പറയുകയാണ്. സർവഗ്രഹങ്ങളെയും, അതായത് ഒരു പ്രപഞ്ചത്തില് 14 ലോകങ്ങൾ, അതിലെ ഓരോ ഗ്രഹങ്ങളും കിടക്കുന്നത് ഭഗവാൻ താങ്ങി നിർത്തുന്നത് കൊണ്ടാണ്. അല്ലാതെ ഭഗവാന്റെ ഒരു സ്പർശമില്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒന്നും നിലനിൽക്കുന്നില്ല. ആ ഭഗവാന്റെ സ്പർശം, ഭഗവാൻ താങ്ങി നിർത്തുന്നത് കൊണ്ടാണ് ഈ പ്രപഞ്ചം ഇതേപോലെ നിലനിന്നു പോകുന്നത്. അതാണ് ഭഗവാൻ പറയുന്നത്. കാമാവിശ്യ എല്ലാ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കാരണോദകശായി വിഷ്ണു, ഗർഭോദകശായി വിഷ്ണു, ക്ഷീരോദകശായി വിഷ്ണു. കാരണോദകശായി വിഷ്ണുവിന്റെ വായു രോമകൂപങ്ങളിൽ നിന്ന് ഓരോ ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടാകുന്നു. അതില് ഗർഭോദകശായി വിഷ്ണു ഓരോ പ്രപഞ്ചത്തിലും ഉള്ളിലേക്ക് കടന്ന് എല്ലാ പ്രപഞ്ചത്തിലേക്കും കടക്കുന്നു. അതില് ഗർഭോദകശായി വിഷ്ണു കടക്കുന്നു. പക്ഷെ ക്ഷീരോദകശായി ഓരോ അണുവിന്റെ ഉള്ളിലും പരമാത്മാ സ്വരൂപമായി ഇരിക്കുന്നു. ഇതെല്ലാം ഭഗവാന്റെ ഓരോ വിസ്തരണങ്ങൾ. അതെല്ലാം ഇല്ലെങ്കിൽ ഒരിക്കലും ഈ പ്രപഞ്ചം നിലനിൽക്കുന്നില്ല. അതായത് ഭഗവാൻ ഈ ഗ്രഹങ്ങളെ എല്ലാം കയ്യിൽ താങ്ങി നിർത്തുന്നത് കൊണ്ടല്ലാണ് ഇതെല്ലാം ഒന്നും സംഭവിക്കാതെ ഇങ്ങനെ തന്നെ നിലനിൽക്കുന്നത്. ഇതില്ലെങ്കിൽ ഇതെല്ലാം ഒരു ഓർഡർ ഇല്ലാതെ എല്ലാത്തിനും കൂട്ടിമുട്ടി. ഇപ്പൊ ഗ്രഹങ്ങൾ തന്നെ അതിൻ്റെതായ ആ ഭ്രമണപഥത്തിൽ നിൽക്കുന്നില്ലെങ്കിൽ എല്ലാത്തിനും നാശം സംഭവിക്കും അല്ലെ. ഇപ്പൊ ഭൂമി ചന്ദ്രന്റെ തൊട്ടടുത്താണ് നിൽക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? കത്തിപ്പോകൂലേ. അപ്പൊ അതിൻ്റെതായ ഡിസ്റ്റൻസ്, ഭഗവാന്റെ ആ കഴിവിനെയാണ് നമ്മളിവിടെ ഓർക്കേണ്ടത്. ഭൂമി സൂര്യന്റെ എത്രയ്ക്ക് ദൂരെ നിൽക്കണം, അല്ലെങ്കിൽ അത് കുറെ ദൂരെ ആണെങ്കിൽ എന്ത് സംഭവിക്കും? തണുത്ത് വിറങ്ങലിച്ചു പോകില്ലേ നമ്മളെല്ലാം, അത് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ അതേപോലെ ഓരോന്നിനും ഓരോരോ സ്ഥാനം കൊടുത്ത് ഓരോ ഗ്രഹങ്ങളും എവിടെ സ്ഥിതി ചെയ്യണം, അതെല്ലാം ഭഗവാന്റെ ആ കഴിവ്. എങ്ങനെയാണ് ഈ പ്രപഞ്ചം നിലനിർത്തേണ്ടത്, ഓരോ ഗ്രഹങ്ങളും എവിടെ സ്ഥിതി ചെയ്യണം, എങ്ങനെ നിൽക്കണം, അവിടുത്തെ ജീവജാലങ്ങൾ എങ്ങനെയായിരിക്കും, ഇതെല്ലാം ഭഗവാൻ മുൻകൂട്ടി നിശ്ചയിച്ച് അതേ പ്രകാരത്തിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടല്ലേ, ഇതെല്ലാം ഭഗവാൻ നിഷ്പ്രയാസം അതിനെല്ലാം നിലനിർത്തി പോരുന്നു. ഇതെല്ലാം ഭഗവാന്റെ കഴിവ്. ഓരോ ഗ്രഹങ്ങളിലും ഓരോ ജീവിയിലും ഓരോ അണുവിലുമുണ്ട് ഈശ്വര സാന്നിധ്യം. പരമപുരുഷന്റെ ഒരു പൂർണ്ണാംശമായ പരമാത്മാവ് ഗ്രഹങ്ങളിലും വിശ്വത്തിലും ജീവസത്തയിലും പരമാണുവിൽ പോലും ഉൾച്ചേർന്നിട്ടുണ്ടെന്ന് ബ്രഹ്മസംഹിതയിൽ പറയുന്നു. അണ്ടാന്തരസ്ഥ പരമാണു ചയാന്തരസ്ഥം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. അതാണ് ബ്രഹ്മസംഹിതയിൽ പറയുന്നത്. ഓരോ ബ്രഹ്മാണ്ടങ്ങളിലും ഭഗവാൻ ഉൾപ്പൂകിയിട്ടുണ്ട്. അതല്ലാതെ ഒരിക്കലും ആ ബ്രഹ്മാണ്ടങ്ങൾക്കൊന്നും നിലനിൽപ്പില്ല. അതിലെല്ലാം ഭഗവാന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ ഒന്നിനും നിലനിൽപ്പില്ല. എല്ലാം അതിൻ്റെതായ വഴിക്ക് പോകും. അതിപ്പോ പ്രഭാതത്തിലൊരു ഉദാഹരണം പറയുന്നുണ്ട്. അതായത് നമുക്കൊരു പിടി മണ്ണ് നമുക്ക് കയ്യിലിങ്ങനെ മുഷ്ടിയിൽ ചുരുട്ടി പിടിക്കുകയാണെങ്കിൽ അതിലിരിക്കും. പക്ഷെ നമ്മൾ അതിങ്ങനെ എറിഞ്ഞു കളയുകയാണെങ്കിൽ അതെല്ലാം പല വഴിക്ക് പോകും അല്ലെ. അതൊന്നും ഒരുമിച്ച് നിൽക്കില്ല. നമ്മൾ പിടിച്ചിരിക്കുന്നത് പോലെയാണ് ഭഗവാൻ ഇങ്ങനെ ഈ പ്രപഞ്ചത്തെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. ആ മുഷ്ടിക്കുള്ളിലാണ് നമ്മളെല്ലാം അടങ്ങിയിരിക്കുന്നത്. ഈ പ്രപഞ്ചം മുഴുവൻ അടങ്ങിയിരിക്കുന്നത് ഭഗവാന്റെ മുഷ്ടിക്കുള്ളിലാണ്. ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുന്ന മണ്ണ് ഇങ്ങനെ ഗ്രഹങ്ങളെല്ലാം ശൂന്യാകാശത്തിൽ ഒഴുകി നടക്കുന്നത് ഭഗവാന്റെ പരമശക്തി അന്തർഭവിച്ചിട്ടുള്ളത് കൊണ്ടാണ്. ആ ശക്തി ഒരു പിടി മണ്ണിനെ എന്ന പോലെ ഓരോ ഗ്രഹത്തെയും പുലർത്തിപ്പോരുന്നു. ഒരാൾ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുന്ന മണ്ണ് താഴെ വീഴാൻ സാധ്യതയില്ല. പക്ഷെ അത് കാറ്റത്തെറിയുകയാണെങ്കിൽ വീണ് ചിതറിപ്പോകും. ആ ചിതറിപ്പോകുന്നത് തടയുന്നത് ഭഗവാന്റെ ആ മുഷ്ടിയിൽ ഇരിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെയാണ് നമ്മളെല്ലാവരെയും ഭഗവാൻ സംരക്ഷിച്ചു പോരുന്നത്. ഈ ജീവജാലങ്ങളെ എല്ലാം, അനേക കോടി ബ്രഹ്മാണ്ടങ്ങളിലുള്ള സമസ്ത ജീവജാലങ്ങളെയും ഭഗവാൻ സംരക്ഷിച്ചു പോരുന്നത് ഭഗവാൻ ഒരു മുഷ്ടിക്കുള്ളിൽ ഇങ്ങനെ
പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ്. അതല്ലെങ്കിൽ എല്ലാം ചിതറിപ്പോകും, എല്ലാം അതിൻ്റെതായ ഇഷ്ടത്തിന് പോകും. എല്ലാം ഭഗവാന്റെ ആ കൺട്രോളിലാണ് നിൽക്കുന്നത് എന്നുള്ള ബോധം ഓരോ മനുഷ്യനും ഓരോ ജീവാത്മാവിനും ഉണ്ടാകണം. അതേപോലെയാണ് വേറൊരു ഉദാഹരണം പറയുന്നത്. ഒരു ജീവാത്മാവ് അതായത് ഭഗവാൻ ശരീരത്തിൽ ഇരിക്കുന്നു. പരമാത്മാ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് ഈ ജീവാത്മാവിന് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ കഴിയുന്നത്. അതല്ലെങ്കിൽ ആ ആത്മാവ് ശരീരം വിട്ടുകഴിഞ്ഞാൽ ആ ശരീരം നേരെ താഴേക്ക് പോകും. പിന്നെ കുറെ നേരം കഴിഞ്ഞു കഴിയുമ്പോൾ അതിലുള്ള ആ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ നടന്ന് വീണ്ടും ആ ശരീരം ഉയർന്നു വരും. അതായത് ആ ശരീരം വീർത്ത് അതില് മൈക്രോ ഓർഗാനിസംസ് എല്ലാം പ്രവർത്തിച്ച് അത് പൊന്തി കിടക്കും. പക്ഷെ ആ മരിച്ച ഉടനെ തന്നെ ആ ശരീരം നേരെ താഴേക്ക് പോകും. അതെല്ലാം നമുക്ക് ഭഗവാന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് നമുക്ക് അത്ര നേരം വെള്ളത്തിൽ പൊന്തി കിടക്കാൻ കഴിയുന്നത്. ആ ആത്മാവിന്റെ സാന്നിധ്യം അതിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ആ ശരീരം നേരെ താഴേക്ക് പോകും. ഇതെല്ലാം പ്രഭുപാദർ നമുക്ക് തരുന്ന ഉദാഹരണങ്ങളാണ്. അതുപോലെ വായുവിൽ നീന്തി നടക്കുന്ന ഈ ഗ്രഹങ്ങളും വിശ്വരൂപിയായ ഭഗവാന്റെ മുഷ്ടിക്കകത്താണ്. നമ്മൾ മണ്ണ് കയ്യിൽ പിടിച്ചിരിക്കുന്നു പറഞ്ഞ പോലെ ഗ്രഹങ്ങളെല്ലാം ഭഗവാന്റെ മുഷ്ടിക്കകത്താണ്. സർവ്വചരാചരങ്ങളും സ്വസ്ഥാനങ്ങളിൽ സ്ഥിതി ചെയ്യുന്നത് ഭഗവാന്റെ ശക്തിയാലും പ്രഭാവത്താലും തന്നെ. സൂര്യൻ പ്രകാശിക്കുന്നതിനും ഗ്രഹഗോളങ്ങൾ ചലിക്കുന്നതിനും കാരണം ഭഗവാൻ മാത്രമെന്ന് വേദസൂക്തങ്ങളും പ്രസ്താവിക്കുന്നുണ്ട്. അവിടുത്തെ സഹായമില്ലെങ്കിൽ ഈ ഗ്രഹങ്ങളെല്ലാം കാറ്റത്ത് പൊടി പോലെ പറന്നടിഞ്ഞു തീരും. ചെടികൾക്ക് ചന്ദ്രനിലൂടെ പോഷണം കിട്ടുന്നതിന് കാരണവും ഭഗവാനാണ്. അതായത് ഭഗവാൻ ചന്ദ്രനെ സോമോ ഭൂത്വ രസാത്മക എന്ന് പറയും. ഭഗവാൻ ചന്ദ്രനായിട്ട് ഭഗവാന്റെ സാന്നിധ്യം ചന്ദ്രനിലൂടെ ആ സസ്യങ്ങൾക്ക് ഭഗവാൻ കൊടുക്കുകയാണ്. അപ്പൊ ഭഗവാനാണ് നമുക്ക് തരുന്ന, നമുക്ക് കഴിക്കാൻ ഭക്ഷണത്തിന് വേണ്ട ഓരോ ധാന്യങ്ങളായാലും പഴങ്ങളായാലും പച്ചക്കറികളായാലും ഇതിനെല്ലാം ആ രുചി കൂട്ടുന്നത് ഭഗവാൻ ഭഗവാന്റെ കാരുണ്യം ചൊരിയുന്നത് കൊണ്ടാണ്. അത് ഭക്ഷണം ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ജീവിക്കാൻ സാധ്യമല്ല, അല്ലെ? അപ്പൊ ഭഗവാൻ അതും കൂടി നമുക്ക് കാരുണ്യത്തിന്റെ വർഷം ചൊരിയുകയാണ് അതിലൂടെ. അതായത് ഭഗവാന്റെ ആ കാരുണ്യം ആ ഓരോ ധാന്യമണിയിലും ഓരോ പഴങ്ങളിലും ഓരോ പച്ചക്കറികളിലും ആ കാരുണ്യം സ്വാദിഷ്ടമാക്കി, ആ ഭഗവാന്റെ കാരുണ്യം അതിനെ രുചി കൂട്ടിക്കൊണ്ട് നമുക്ക് തരികയാണ്, ജീവാത്മാക്കളെ പരിപോഷിപ്പിക്കാൻ. അതായത് ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കണമെങ്കിൽ നമുക്ക് ഭക്ഷണം ആവശ്യമാണ്. ആ ഭക്ഷണത്തിന്റെ സ്വാദ് കൂട്ടുന്നതും ഭഗവാനാണ്. ചന്ദ്രന്റെ സ്വാധീന ശക്തി മൂലം സസ്യങ്ങൾ സ്വാദുള്ളവയാകുന്നു. നിലാവില്ലാതെ സസ്യങ്ങൾക്ക് വളരാനോ സ്വാദിഷ്ടമാകാനോ കഴിയില്ല. അങ്ങനെ ഭഗവത് ദത്തങ്ങളായ വിഭവങ്ങളുടെ സഹായത്താലാണ് മനുഷ്യവർഗം സുഖമായി ജീവിക്കുന്നതും ഭക്ഷിക്കുന്നതും പ്രവർത്തിക്കുന്നതും. ആ സഹായം കൂടാതെ നമുക്ക് ജീവിക്കാനാവില്ല. രസാത്മകം എന്ന വാക്ക് ശ്രദ്ധേയമാണ്. ഭഗവത് നിർദ്ദിഷ്ടമായ ചന്ദ്ര തേജസ്സിന്റെ പ്രഭാവത്താൽ ഏതൊന്നും ആസ്വാദ്യമായി തീരും. അതായത് നമുക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമുക്ക് എനർജി കിട്ടില്ല. എനർജി കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഭഗവാന്റെ സേവ നടത്താൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഭഗവാനെ അറിയാം, നമുക്ക് ഭക്ഷണം ആവശ്യമാണ്, അത് സ്വാദിഷ്ടമാക്കണം. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ആ ചന്ദ്രനായി വന്ന് അതിലെ രുചി കൂട്ടുകയും ചെയ്യുന്നു. ഇതൊക്കെ ഭഗവാന്റെ കാരുണ്യ വർഷം ചൊരിയുകയാണ്. ഇത് മനസ്സിലാക്കാനുള്ള ഒരു പ്രേരണ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. അതായത് വേദങ്ങളൊന്നും ശാസ്ത്രങ്ങളൊന്നും പഠിക്കാത്ത വ്യക്തികൾക്കും ഇതൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ അവർക്കും ഇതിലൂടെ കൃഷ്ണബോധത്തിലേക്ക് ഉയർന്നു വരാം. അതാണ് ചന്ദ്രനെ കാണുമ്പോഴും സൂര്യനെ കാണുമ്പോഴും അഗ്നി, ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ ചിന്തിക്കണം. എല്ലാം ഭഗവാനോട് താരതമ്യപ്പെടുത്തി ചിന്തിക്കാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ഭഗവാനെ കുറിച്ച് അറിയാനുള്ള ഒരു ഇൻസ്പിരേഷൻ അത് നമുക്ക് കിട്ടും. ശ്ലോകം 14. അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിതഃ പ്രാണാപാന സമായുക്ത പചാമ്യന്നം ചതുർവിധം. അടുത്ത ശ്ലോകത്തില് ഭഗവാൻ അതില് നമുക്ക് ഭക്ഷണങ്ങൾ ദഹിക്കണം, അല്ലെ? നമുക്ക് കഴിക്കുന്ന ഭക്ഷണം ദഹിച്ചില്ലെങ്കിൽ അത് നമുക്ക് എനർജി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ആ ഭഗവാൻ എല്ലാത്തിലും ഭഗവാൻ ഉൾപ്പോകുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തില്, നമുക്ക് തരുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തില്, എല്ലാത്തിലും ഭഗവാന്റെ കാരുണ്യം അവിടെ ഭഗവാൻ ഉപയോഗപ്പെടുത്തുകയാണ്. സകല ജീവികളിലുമുള്ള ദഹനാഗ്നിയാണ് ഞാൻ. ഉൾക്കൊള്ളുന്നതും പുറത്തു തള്ളുന്നതുമായ പ്രാണവായുവിനോട് ചേർന്ന് ഞാൻ 4 വിധത്തിലുള്ള ആഹാരങ്ങളെയും ദഹിപ്പിക്കുന്നു. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിക്കണമെങ്കിൽ അതിനും ഒരു അഗ്നി വേണം. അതിനെയാണ് ദഹനാഗ്നി എന്ന് പറയുന്നത്. അത് നമ്മുടെ വയറിനകത്ത് ഇല്ലെങ്കിൽ നമുക്ക് വിശപ്പുണ്ടാവില്ല. അതായത് ആ അഗ്നി നമ്മൾ വയറിൽ ഇല്ലെങ്കിൽ നമുക്ക് വിശപ്പ് തോന്നുകയില്ല. ആ അഗ്നി ഉണ്ടെങ്കിൽ മാത്രമേ കഴിച്ച ഭക്ഷണത്തിനെ ദഹിപ്പിക്കാനും കഴിയുകയുള്ളൂ. ഇപ്പൊ നമുക്ക് ഒരുപാട് ഭക്ഷണങ്ങൾ നമ്മുടെ മുന്നിൽ പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ കൊണ്ടുവച്ച്, പക്ഷെ നമുക്ക് വിശപ്പില്ലെങ്കിൽ നമുക്ക് യാതൊരു കാര്യവുമില്ല, അല്ലെ? അതേപോലെ തന്നെയാണ് നമുക്ക് വിശപ്പ്
ധാരാളം ഉണ്ട്, പക്ഷെ ഭക്ഷണം ഒന്നും കിട്ടാത്ത അവസ്ഥ. ഇത് രണ്ടും നമുക്ക് ദോഷമാണ് അല്ലെ. അത് രണ്ടും വയറിനെ ബുദ്ധിമുട്ടുണ്ടാക്കും. നമുക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിലും ഭക്ഷണം കഴിക്കാനുള്ള വിശപ്പുണ്ടായില്ലെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇതിനെല്ലാം നമ്മൾ നേരെ ഡോക്ടറിന്റെ അടുത്ത് പോകും. നമ്മുടെ വയറ്റിലെ പ്രശ്നം എന്താണെന്ന് നമ്മൾ ഡോക്ടറാണ് ചോദിക്കല്ലേ. നമ്മുടെ ശരീരത്തിലെ പ്രശ്നങ്ങൾ നമുക്ക് തന്നെ അറിയാൻ കഴിയുന്നില്ല. അത്രയ്ക്കും നിസ്സാരരാണ് നമ്മൾ. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന എന്തെല്ലാം പ്രവർത്തനങ്ങൾ നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്നുണ്ട്, ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. പക്ഷെ ഇതെല്ലാം ഭഗവാൻ അറിയാം. നമുക്കിതൊന്നും അറിയില്ല. നമ്മൾ അതിനുവേണ്ടി നമ്മൾ ഡോക്ടറുടെ അടുത്ത് ചെന്ന് ചോദിക്കും, ഡോക്ടർ എന്റെ വയറിന് അസുഖമാണ്, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ യാതൊരു അറിവുമില്ല, എന്താണ് ഉള്ളിൽ നടക്കുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, നമുക്ക് എനർജി കിട്ടുന്നു, പക്ഷെ ഇതെല്ലാം എങ്ങനെയാണ് നടക്കുന്നതെന്നുള്ള ഒരു ചിന്ത നമ്മിൽ വരുന്നില്ല. ആ ദഹനാഗ്നിയായിട്ട് ഭഗവാൻ അവിടെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ അത് സമയത്തിന് ദഹിച്ച് നമുക്കത് എനർജിയായി മാറി നമുക്ക് പ്രവൃത്തി ചെയ്യാനുള്ള ആ എനർജി നമുക്ക് കിട്ടുന്നത് ആ ഭക്ഷണത്തിലൂടെയാണ്. അതിനെക്കുറിച്ചാണ് ഭഗവാൻ പറയുന്നത്. ആയുർവേദ ശാസ്ത്രപ്രകാരം ഭക്ഷിക്കുന്നതെന്തും ദഹിപ്പിച്ചു പോരുന്ന ഒരു അഗ്നി നമ്മുടെ ഉദരത്തിലുണ്ട് എന്ന് മനസ്സിലാക്കാം. ആ അഗ്നി എരിയുന്നില്ലെങ്കിൽ വിശപ്പുണ്ടായിരിക്കുകയില്ല. ആ അഗ്നി എരിയുമ്പോൾ, അതായത് ദഹനേന്ദ്രിയങ്ങൾ ശരിയായി പ്രവർത്തിക്കുമ്പോൾ മാത്രമേ വിശപ്പുണ്ടാവുകയുള്ളൂ. ഇത് വേണ്ടും വിധം പ്രവർത്തിക്കാതിരുന്നാൽ ചികിത്സ ആവശ്യമാണ്. എന്തായാലും പരമപുരുഷന്റെ പ്രതിനിധിയാണ് ഈ അഗ്നി. പരമപുരുഷൻ അഥവാ ബ്രഹ്മം ഉദരത്തിനുള്ളിൽ അഗ്നിരൂപിയായി എല്ലാത്തരം ഭക്ഷ്യങ്ങളെയും ദഹിപ്പിക്കുന്നു എന്ന് ബൃഹദാരണ്യ ഉപനിഷത്തും പറയുന്നുണ്ട്. 5.9.1 അയം അഗ്നിർ വൈശ്വാനരോയോ അയം അന്തഃപുരുഷേ ഏനേദം അന്നം പശ്യതേ. ആഹാര വസ്തുക്കളെയെല്ലാം ദഹിപ്പിക്കാൻ ഭഗവാൻ സഹായിക്കണമെന്നിരിക്കെ ഭക്ഷണ പ്രക്രിയയിൽ കൂടി ജീവാത്മാവിന് സ്വാതന്ത്ര്യമില്ല. അതായത് നമുക്ക് ഭക്ഷണ പ്രക്രിയയിൽ കൂടി നമ്മുടെ സ്വാതന്ത്ര്യം നമുക്ക് ഇല്ല. ഭഗവാൻ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് കഴിച്ചാലും ചിലപ്പോൾ നമുക്ക് വയറിന് പിടിച്ചെന്ന് വരില്ല, നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. ഭഗവാൻ അവിടെ ദഹനാഗ്നിയായി ഭഗവാൻ അവിടെ പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ എനർജി നമുക്ക് കിട്ടുകയില്ല. അത് അവിടെ കൃത്യമായ രീതിയിൽ കഴിച്ച ഭക്ഷണം ദഹിച്ച് കൃത്യമായ രീതിയിൽ അതിന്റെ ന്യൂട്രിയൻസ് എല്ലാം നമ്മുടെ ബ്ലഡിലേക്ക് എത്തിയെങ്കിൽ മാത്രമേ നമുക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പൊ അതിന് ഭഗവാൻ അവിടെ പ്രവർത്തിക്കണം. ആ അഗ്നിയായിട്ട് ഭഗവാൻ പ്രവർത്തിക്കണം. ആഹാര വസ്തുക്കളെയെല്ലാം ദഹന പ്രക്രിയയ്ക്ക് ഭഗവത് സഹായമില്ലെങ്കിൽ ഭക്ഷിക്കാനാവില്ല. അതുകൊണ്ട് പരമപുരുഷൻ തന്നെ ഭക്ഷ്യങ്ങളെ സൃഷ്ടിക്കുകയും അവയെ ദഹിപ്പിക്കുകയും ചെയ്യുന്നു. അവിടുത്തെ കരുണ കൊണ്ടാണ് നമുക്ക് ജീവിതം ആസ്വാദ്യമാകുന്നതും. ശബ്ദാദിഭ്യോ അന്തഃ പ്രതിഷ്ഠാനാച്ച എന്ന് വേദാന്ത സൂത്രം സ്ഥിരീകരിക്കുന്നു. ശബ്ദത്തിലും ശരീരാന്തർഭാഗത്തും വായുവിലും ദഹനശക്തി രൂപത്തിൽ ഉദരത്തിലും ഭഗവാൻ വാണരുളുന്നു. അതായത് പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ, അങ്ങനെ ആ വായുക്കളാണ് പലതരത്തിലുള്ളത്. അത് ഓരോന്നുമാണ് ഇതിൽ പറയുന്നത്. ശബ്ദത്തില് വ്യാനൻ, ശരീരാന്തർഭാഗത്ത് ഉദാനൻ, ദഹനശക്തി രൂപത്തിൽ സമാനൻ. ആ വായുവിന്റെ രൂപങ്ങളെയാണ് ഇതിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആഹാരദ്രവ്യങ്ങൾ 4 വിധമുണ്ട്. വിഴുങ്ങേണ്ടവ, ചവച്ചിറക്കേണ്ടവ, നക്കി കഴിക്കേണ്ടവ, വലിച്ചൂറ്റി കുടിക്കേണ്ടവ എന്നിങ്ങനെ. ഇവയെല്ലാം ദഹിപ്പിക്കുന്ന ദഹനശക്തിയാണ് ഭഗവാൻ. ഭഗവാൻ 4 തരത്തിലുള്ള ആഹാരങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് പലതരത്തിലുള്ള ഭക്ഷണങ്ങളുണ്ട് അല്ലെ. അതിൽ നമ്മൾ 4 തരമാക്കിയിട്ടാണ് ഭഗവാൻ നമുക്ക് നൽകുന്നത്. അതായത് വിഴുങ്ങേണ്ടവ, നമ്മൾ വെള്ളമൊക്കെ നമ്മൾ വിഴുങ്ങുകയാണ് അല്ലെ. നമ്മൾ ചവച്ച് കഴിക്കേണ്ട കാര്യമില്ല. വെള്ളം, ജ്യൂസ്, പാല് ഇതെല്ലാം നമ്മൾ നേരെ വായിലേക്ക് ഒഴിച്ച് ഇറക്കുകയാണ്, ഒന്നും ചെയ്യുന്നില്ല, കടിച്ചു മുറുക്കിയേ ഒന്നും വേണ്ട. അതേപോലെ ചവച്ചിറക്കേണ്ടവ, നമ്മൾ കഴിക്കുന്ന സാധാരണ ഭക്ഷണങ്ങൾ, ചോറായാലും ഗോതമ്പുള്ള ചപ്പാത്തി, അതൊക്കെ ആയാലും നമ്മൾ ചവച്ചിറക്കണം. അതല്ലെങ്കിൽ നമുക്ക് ദഹിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ചവച്ചിറക്കി കഴിക്കണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ വയറിന് കൂടുതൽ സമയം എടുക്കേണ്ടി വരും. നമ്മൾ ശരിക്കായി ചവച്ചരച്ച് കഴിച്ചില്ലെങ്കിൽ ആ ഭക്ഷണം, അതായത് വായിൽ വെച്ച് തന്നെയാണ് നമ്മളെ ഒരുവിധം ദഹനം നടക്കുന്നത്. ആ ഉമിനീരിൽ കൂടിയാണ് നമ്മളെ വായിൽ വെച്ച് നടക്കുന്ന ആ പ്രവർത്തനം. അത് നടന്നില്ലെങ്കിൽ നമ്മൾ വയറ്റിലേക്ക് ചെന്നാൽ അത് കൂടുതൽ വയറിന് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ടാണ് ചവച്ചരച്ച് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ നന്നായി ചവച്ചരച്ച് തന്നെ കഴിക്കണമെന്ന് പറയുന്നത്. അതായത് ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ആ എൻസൈമും ചേർന്ന് ആ ഭക്ഷണത്തെ ഒരു ഭാഗം ദഹിപ്പിക്കും. അതിനുശേഷമാണ് അത് നമുക്ക് വയറ്റിലെത്തുമ്പോൾ നടക്കുന്നത്. അവിടെ എല്ലാം ഓരോ ഹോർമോണുകളും എൻസൈമുകളും ഒക്കെ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. നമ്മൾ നേരെ ഭക്ഷണം കഴിക്കുന്നു, നമുക്ക് എനർജി കിട്ടുന്നു. കുറേ പ്രവർത്തനങ്ങൾക്ക് ശേഷമാണ് അത് നമുക്ക് ന്യൂട്രിയൻസ് ആയിട്ട് നമ്മുടെ ബ്ലഡിലേക്ക് ചെല്ലുന്നത്. അടുത്തത് നക്കി കഴിക്കേണ്ടവ. അതായത് നമ്മളിപ്പോ പഞ്ചസാര, തേൻ ഇതൊക്കെ നമ്മൾ നക്കി കഴിക്കും അല്ലെ. അതൊക്കെ അലിഞ്ഞ് ചേരും. നാവിൽ അപ്പൊ തന്നെ നക്കി കഴിക്കുമ്പോൾ തന്നെ അത് അലിഞ്ഞ് അതിന്റെ ടേസ്റ്റ് നമുക്ക് കിട്ടും. പിന്നെ അതിന് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ചവച്ചരക്കുകയോ ഒന്നും ആവശ്യമില്ല.
അത് അപ്പൊ തന്നെ അലിഞ്ഞ് തീരും. പിന്നെ നമ്മൾ വലിച്ചു കൂട്ടി കുടിക്കേണ്ട, അതായത് നമ്മൾ പായസം ഒക്കെ കുടിക്കണം, അത് അത്രയ്ക്ക് കട്ടിയല്ല അല്ലെ, നമുക്ക് ഇങ്ങനെ വലിച്ച് കുടിക്കാം. അതാണ് വലിച്ചു കൂട്ടി കുടിക്കേണ്ടവ. ഇതെല്ലാം ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് നമുക്ക് ഇതെല്ലാം കിട്ടുന്നത്. ഭഗവാനാണ് നമുക്ക് ആഹാരത്തിന് വേണ്ട പച്ചക്കറികളും പഴങ്ങളും ധാന്യങ്ങളും ഇതെല്ലാം നമുക്ക് ഉണ്ടാക്കി തരുന്നത്. അത് മാത്രമല്ല അതിനെല്ലാം രുചി നമുക്ക് കഴിക്കണമെങ്കിൽ വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങൾ വേണമെന്ന് ഭഗവാൻ അറിയാം, അതിന് ടേസ്റ്റ് വേണമെന്ന് ഭഗവാൻ അറിയാം, എല്ലാം ഭഗവാൻ അറിയാം. അതുകൊണ്ട് തന്നെ ഭഗവാൻ ജീവാത്മാവിന് വേണ്ട എല്ലാ വിഭവങ്ങളും ഒരുക്കി നമ്മളെ പുഷ്ടിപ്പെടുത്തി ഭഗവാന്റെ സേവനത്തിലേക്ക് നമ്മളെ ഉയർത്താനാണ് ഇതെല്ലാം നമുക്ക് ചെയ്തു തരുന്നത്. അങ്ങനെ ആ ജീവാത്മാവിന് ഇതെല്ലാം മനസ്സിലാക്കാൻ എപ്പോഴാണ് കഴിയുന്നത്, ആ ജീവാത്മാവ് കൃഷ്ണാബോധത്തിലേക്ക് ഉയർന്നു വന്ന് ഭഗവാന്റെ സേവനത്തിൽ മുഴുകി ഭഗവാന്റെ ധാമത്തിലേക്ക് തിരിച്ച് എത്തണം. ഇതാണ് ഭഗവാന്റെ ആഗ്രഹം. ഇതിനാണ് ഭഗവാൻ ഈ പ്രപഞ്ചത്തിൽ വന്ന് പരമാത്മാവായി ജീവാത്മാവിന്റെ ഉള്ളിലിരുന്ന് ജീവാത്മാവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ജ്ഞാനം ഓരോ ജീവാത്മാവിനും ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതായത് എങ്ങനെയാണ് ജീവൻ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നതെന്നോ എങ്ങനെയാണ് അടുത്ത ശരീരം എടുക്കുന്നതെന്നോ ഇതിനെക്കുറിച്ചുള്ള ജ്ഞാനം ഒന്നും ആ ജീവാത്മാവിന് അറിയുന്നില്ല. അങ്ങനെ ആ ജീവാത്മാവിന് ജ്ഞാനം കിട്ടണമെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഓരോന്നും നിരീക്ഷിച്ച് അതിലെല്ലാം ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടെന്ന് ആൾക്ക് ചിന്ത വരണം. ആ ചിന്തയിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് കൃഷ്ണബോധത്തിലേക്ക് വരാൻ സാധിക്കുള്ളൂ. നമ്മളെ പോലുള്ള ജീവാത്മാക്കൾക്ക് അങ്ങനെ ഒരു ചിന്ത വന്നതുകൊണ്ടാണ് നമ്മൾ ഭഗവാനെ കുറിച്ച് അറിയാനും കൂടുതൽ മനസ്സിലാക്കാനും നമ്മൾ ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് ചേർന്ന് നമ്മൾ അത് കുറേശ്ശെ മനസ്സിലാക്കി വരുന്നത്. അതായത് ആദ്യമായിട്ട് ഭഗവത്ഗീത പഠിക്കാൻ ചേരുമ്പോൾ നമുക്ക് ഒന്നും അറിയില്ല, ഒന്നും പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കില്ല. പിന്നെ നമ്മൾക്ക് എങ്ങനെയാണ് അത് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്നത് വെച്ചാല് നമ്മുടെ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ കൽമഷങ്ങളെല്ലാം കുറേശ്ശെ നീങ്ങാൻ തുടങ്ങും. അപ്പൊ നമുക്ക് ജ്ഞാനം കുറേശ്ശെ തെളിഞ്ഞു വരും. അപ്പോഴാണ് നമുക്ക് ഭഗവത്ഗീതയെ കുറിച്ച് മനസ്സിലാക്കാൻ തുടങ്ങുന്നത്. ആദ്യം നമുക്ക് ഇങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിലും അതിന്റെ എന്താണ് ശരിക്കുമുള്ള അറിവൊന്നും നമുക്ക് കിട്ടുന്നില്ല. നമ്മൾ ശ്ലോകം വായിക്കുന്നു, ഭാവാർത്ഥം വായിക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ മനസ്സിലാക്കാൻ കൂടുതൽ അതിനെക്കുറിച്ച് അറിയാൻ നമുക്ക് കഴിയുന്നില്ല. എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ആദ്യമായിട്ട് ഭഗവത്ഗീത കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കാര്യമായ ഒന്നും ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കേൾക്കുന്നുണ്ട്, പക്ഷെ കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ വീണ്ടും രണ്ടാമത് ഇത് ആവർത്തിക്കുമ്പോൾ അന്ന് മനസ്സിലാക്കാത്ത കാര്യങ്ങളെല്ലാം ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം, നമുക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതായത് അന്ന് കണ്ട ആ ജീവാത്മാവല്ല, ഇപ്പോൾ കുറെ മാറ്റങ്ങൾ വന്ന് കുറച്ചൊക്കെ ആ കൽമഷങ്ങൾ നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. നാമം ജപിക്കുന്നതിന്റെ ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോ പുതിയതായി ചേർന്ന ഡിവോട്ടീസിന് ഇപ്പോൾ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിന്റെ കാരണം ഇതാണ്. നമ്മൾ എത്ര നാമം ജപിച്ച് നമ്മുടെ കൽമഷങ്ങൾ മാറ്റുന്നുവോ അത്രയ്ക്കും നമുക്ക് ജ്ഞാനം നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു വരും. അത് ഓരോരുത്തരും മനസ്സിലാക്കി ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപിച്ച് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കി ഭഗവാന്റെ ധാമത്തിലേക്ക് എല്ലാവർക്കും എത്താൻ സാധിക്കട്ടെ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഗുരുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. നന്നായിരുന്നു മാതാജി, നല്ല ക്ലാസ്സായിരുന്നു. താങ്ക് യു. മാതാജി പറഞ്ഞ ശരി തന്നെയാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, ക്ലാസ് നന്നായിരുന്നു കേട്ടോ, നന്നായി പറഞ്ഞു. ഹരേ നന്നായിരുന്നു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഈ 4 ശ്ലോകങ്ങള് 12, 13, 14, 15 ഈ ശ്ലോകങ്ങള് ഭഗവാൻ എങ്ങനെ നിലനിർത്തുന്നു, മെയിൻ്റെനൻസ്, ഹൗ ഹി മെയിൻറ്റെയിൻസ് ദ ജീവാസ് ഇൻ ഗ്രാസ്, അതാണ് എൻ്റെ ടോപ്പിക്. ട്രാൻസ്മൈഗ്രേഷനെ പറ്റിയിട്ട് ഭഗവാൻ പറഞ്ഞു തന്നു. അത് ഭക്തന്മാർക്ക് മനസ്സിലാക്കാൻ കഴിയും, പക്ഷേ ഭക്തിയില്ലാത്ത പ്രാകൃതരായിട്ടുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷെ പ്രാകൃതരാണെങ്കിൽ ശരി, ഭക്തന്മാരായാലും ശരി,
ഇവരെല്ലാം നിലനിർത്തി പോകുന്നത് ഭഗവാൻ തന്നെയാണെന്നാണ് ഈ ശ്ലോകങ്ങളോട് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാണ് യൂണിവേഴ്സ്, എങ്ങനെയാണ് ഈ ഭൂമണ്ഡലങ്ങൾ, പ്ലാനറ്റ്സ്, ഡിഫറെന്റ് യൂണിവേഴ്സസ്, ബ്രഹ്മാണ്ടങ്ങള്, ഗ്രഹങ്ങള് എങ്ങനെ നിലവിൽ വന്നു? സയൻസ് ബിഗ് ബാങ് തിയറിയെ പറ്റി പറയും. അതിനുശേഷം ഗ്രഹങ്ങളെല്ലാം വന്ന ശേഷം എങ്ങനെ ഇവിടെ ജീവൻ ഉദിച്ചു. സയൻസ് എവല്യൂഷൻ തിയറി കൊണ്ടുവരും. പക്ഷെ ഇതൊന്നും അല്ല വാസ്തവം. സ്പിരിച്വൽ സയൻസ് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. കാരണം ബിഗ് ബാങ് തിയറി, എവല്യൂഷൻ എന്നൊക്കെ പറയുമ്പോൾ അതിന് പിന്നിൽ ആത്യന്തികമായിട്ടുള്ളൊരു കാരണമില്ല. അതങ്ങനെ സംഭവിച്ചു പോയി, അങ്ങനെ ആയി തീർന്നു, ബൈ ചാൻസ് എന്ന് പറയുന്നു. പക്ഷെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ ബൈ ചാൻസ് ആയിട്ട് ഒരു കാര്യം സംഭവിക്കില്ല. അതിന്റെ പിന്നിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവും. ദർ വിൽ ബി കോസ്, ഒരു കാരണം ഇതിനുണ്ടാവും. ആ കാരണമാണ് ഒരു കാര്യം സംഭവിക്കുന്നത്. അത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ സയൻസിന്റെ ഈ ബൈ ചാൻസ് എന്ന തിയറി നമുക്ക് തള്ളാൻ കഴിയും. വളരെ സിമ്പിളായിട്ട് അതിൽ പറയുന്നുണ്ട്, ഗ്രഹങ്ങൾ ആ ഓർബിറ്റിൽ നിലനിൽക്കുന്നു, കറക്റ്റായി അത് പൊസിഷൻ നിൽക്കുന്നു, അതിൻ്റെ റൊട്ടേഷൻ, റെവല്യൂഷൻ എല്ലാം വളരെ ക്രമമായിട്ട് വരികയാണ്. അതിനെ ഒരു ഇതിൽ പറയുന്നുണ്ട് മാഗ്നസ് കണ്ടന്റ്, അതൊരു ജസ്റ്റ് ഒന്ന് ഒരു ഡിഗ്രി മാറിക്കഴിഞ്ഞാൽ ഈ ഭൂമണ്ഡലങ്ങളെല്ലാം തകിട് പൊടിയാവും. അപ്പോൾ അതെല്ലാം വളരെയും പെർഫെക്റ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടാണ് ഈ ഗ്രഹങ്ങളും ഈ ബ്രഹ്മാണ്ടങ്ങളും ഈ യൂണിവേഴ്സസും എല്ലാം നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നെ തീർച്ചയായിട്ടും ഒരു ബുദ്ധിയുണ്ട്, ഇന്റലിജൻസ്. just cannot happen just like that, something cannot happen. ഒരു ഇന്റലിജൻസ് ഉണ്ട്. ഒരു ഇന്റലിജൻസ് ഉണ്ടെങ്കിൽ ഒരു ഇന്റലിജന്റ് ഉണ്ട്. ബുദ്ധി, ചില ആൾക്കാർ പറയുന്നത് എല്ലാത്തിനും പിന്നെ ഒരു ശക്തി ഉണ്ടെന്ന്. ശക്തി ഉണ്ടെങ്കിൽ അതിന്റെ പിന്നെ ശക്തിമാനുണ്ട്. ശക്തിയായിട്ട് നിൽക്കില്ലല്ലോ ഒന്നും. ശക്തി ഉണ്ടെങ്കിൽ ശക്തിമാനുണ്ട്, ബുദ്ധി ഉണ്ടെങ്കിൽ ബുദ്ധിമാനുണ്ട്. അപ്പൊ ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്നുള്ളത് ഭഗവാനാണ്. അങ്ങനെ ഭഗവാൻ ഇതെല്ലാം ഗ്രഹങ്ങളെല്ലാം സൃഷ്ടിച്ചു, ഭ്രമണപഥത്തിലെ നിലനിർത്തി. എന്നിട്ട് ജീവാത്മാക്കൾക്ക് ഇവിടെ ജീവിക്കാനുള്ള ശരീരങ്ങൾ നിലനിർത്താനുള്ള സംവിധാനവും ഭഗവാൻ തന്നെ ഇവിടെ കൊടുക്കുന്നു. സൂര്യചന്ദ്രന്മാർ പ്രകാശം കൊണ്ടാണ് ലൈഫ് ഉണ്ടാക്കുന്നത്, ലൈഫിനെ നിലനിർത്തുന്നത്. ചന്ദ്രനിക്കുന്ന ആ കുളിർമയാണ്, അല്ലെങ്കിൽ അത് രസമാണ്, നമ്മുടെ പച്ചക്കറികൾ രസം ഉണ്ടാക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള, അതേസമയത്ത് ഓജസ്സുള്ള ആഹാരം കഴിച്ച് ശരീരത്തിന് നിലനിർത്താൻ കഴിയും. അപ്പോൾ ഇതൊന്നും അറിയാത്ത ആൾക്കാര് ശരീരം നന്നായിട്ട് ഭക്ഷിച്ച് നല്ല ശരീരം ഫിറ്റായിട്ട് അവർക്ക് ഇഷ്ടമുള്ള സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ നടത്തും. അതിനെയാണ് അക്താനോ എന്ന് പറയുന്നത് കഴിഞ്ഞ ബുദ്ധിയില്ലാത്തവര്, ജ്ഞാനചക്ഷുരാകുന്നത്. പക്ഷെ ബുദ്ധിയുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ എന്താണ് നടക്കുന്നത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ശരീരം നിലനിൽക്കുന്ന ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, അത് ഭഗവാനെ സേവ ചെയ്യാൻ വേണ്ടി മാത്രമാണ് എന്ന ആ സത്യത്തിലേക്ക് അവർ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഡിവോഷൻ സർവീസ് ചെയ്യുമ്പോൾ കൂടുതൽ താല്പര്യമുണ്ട്. അപ്പൊ ഈ ശ്ലോകത്തില് സോമോ ഭൂത്വ രസാത്മക വൈശാനുരു ഭൂത രണ്ട് വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ സോമനായിട്ട് വരുന്നു, ചന്ദ്രനായിട്ട് വരുന്നു, ഞാൻ അഗ്നിയായിട്ട് വരുന്നു. പക്ഷെ ഇത് മെറ്റീരിയൽ ഒബ്ജക്ട്സ് ആണ്. കൃഷ്ണൻ അങ്ങനെ മെറ്റീരിയൽ ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആയില്ല വരുന്നത്. കൃഷ്ണൻ ഓൾ പെർബൈഡിങ് ആണ്. കൃഷ്ണൻ സർവ്വവ്യാപിയായതുകൊണ്ട് സകല ദിക്കിലും വ്യാപിച്ചു കിടക്കുന്നുണ്ട്. കൃഷ്ണന്റെ അംശം എല്ലാത്തിലും ഉള്ളതുകൊണ്ട് അത് ഉത്തേജിപ്പിക്കാനാണ്. സയൻസിന്റെ പ്രകാരം ഒരു ഗ്രഹം അല്ലെങ്കിൽ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഒരു ലൈഫ്ലെസ് ആയിട്ടുള്ള സാധനമാണ് അതില്. പക്ഷേ നമ്മുടെ ആത്മീയശാസ്ത്രത്തില് ഓരോ ഗ്രഹത്തിനും ഓരോ മൺതരിയിലും ഭഗവത് സാന്നിധ്യം ഉണ്ട്. അപ്പോൾ നമ്മൾ ഭൂമിയുടെ അധിപതിയായിട്ട് നമ്മൾ കാണും ഭൂമി ദേവിയാണ്. സൂര്യദേവനുണ്ട്, സൂര്യനാരായണനുണ്ട്, ചന്ദ്രദേവനുണ്ട്. കാരണം അത് വെറും പ്ലാനറ്റ് അല്ല.
അത് ഭഗവത് സാന്നിധ്യമുള്ള സ്ഥലങ്ങളാണ്. അതുപോലെ ജീവന്റെ നിലനിർത്താനായിട്ട്, ശരീരം നിലനിർത്താനായിട്ട് സ്വാദുള്ള കാര്യങ്ങൾ, ഈ ഭക്ഷണ സാമഗ്രികൾ സ്വാദ് കൊടുക്കുന്നത് ചന്ദ്രകിരണങ്ങൾ കൊണ്ടാണ്. എന്തിനു രസാത്മകമാകുന്നു? കാരണം അവ ഭക്ഷിക്കാനുള്ള താല്പര്യം ഉണ്ടാവും. അപ്പോൾ ഭക്ഷിച്ചാൽ നിലനിർത്തും. ചില സമയത്ത് സ്വാദ് ആവശ്യമാണ്. ഇപ്പൊ നമ്മള് ധർമ്മോ അവിരുദ്ധഭൂതാനി കാമോസ്മി ഭരതർഷഭ എന്ന് പറയും. ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത കാമം ഞാൻ തന്നെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കുട്ടികളെ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഇതാൻ ആവശ്യമുണ്ട്. ഏത് കുട്ടികൾ? കൃഷ്ണാബോധമുള്ള കുട്ടികളെ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ കാമം ആവശ്യമുണ്ട്. പക്ഷേ കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഭയങ്കര റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും. ബുദ്ധിമുട്ടാണ്, മെയിൻറ്റെയിൻ ചെയ്യാൻ അത്ര എളുപ്പമല്ല. അതിനു വേണ്ടി സ്ട്രഗിൾ ഉണ്ട്. അപ്പോ ഭഗവാൻ എന്താ ചെയ്യണമെങ്കിൽ ഈ പ്രക്രിയ വളരെ ആനന്ദകരമാക്കുകയാണ്. അതില്ലെങ്കിൽ ആരും ഇതിന് ബോധറിയില്ല. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ആനന്ദത്തിൽ മുഴുകിക്കൊണ്ട് കുട്ടികൾ വേണ്ട, അല്ലെങ്കിൽ കുട്ടികൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ ആനന്ദം മാത്രം മതി എന്ന ഇപ്പോഴത്തെ സിവിലൈസേഷൻ എന്താ ചെയ്യണം? യൂസിങ് കോൺട്രാസെപ്റ്റീവ്സ്, പിന്നെ ഗർഭനിരോധനം തടയുക, ഉൽപാദനം തടയുക, അങ്ങനെ കുറെ കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുക. അത് തത്വത്തിന് വിരുദ്ധമാണ്, ധർമ്മവിരുദ്ധമാണ്, തത്വവിരുദ്ധമാണ്. അത് നമുക്ക് ഈ ഫെസിലിറ്റി തന്നു വെച്ച് കഴിഞ്ഞാൽ, സോ ദാറ്റ് വി ഹാവ് ദ റെസ്പോൺസിബിലിറ്റി, നമുക്ക് അത് ചെയ്യാനുള്ള ഒരു എന്താ പറയുക ഇംപെറ്റസ്, ശിശുക്കളെ ഉൽപാദനം ചെയ്യാനുള്ള ഒരു ഇംപെറ്റസ് തരാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത്, ഈ അറേഞ്ച്മെന്റ് ഉണ്ടാക്കിയാണ്. അല്ലാതെ അതിനുവേണ്ടി മാത്രം നിലവില്ല. അപ്പൊ ഈ സുഖം ഉണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബുദ്ധിയുള്ള ആൾക്കാർ എന്ത് ചെയ്യും? ഭക്തന്മാരെന്ത് ചെയ്യും? they do it only for producing Krishna conscious children. അതുകൊണ്ട് ഇഞ്ചക്ഷൻ, വേദിക് ഇഞ്ചക്ഷൻ പറയുന്നുണ്ട്, ഈ കാര്യങ്ങൾ മാസത്തിൽ ഒരിക്കൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. സംസർഗം എന്നുള്ള ഭോഗം എന്നുള്ളത് മാസത്തിൽ ഒരിക്കൽ മാത്രമേ റെസ്ട്രിക്റ്റ്. 11ാം സ്കന്ധത്തിൽ എത്തിക്കാൻ കാണാൻ പറ്റുന്നത് ശ്രീമദ് ഭാഗവതം. അപ്പൊ ഇസ്കോണിൽ വലിയ ചർച്ച ചെയ്യുന്നത്, ശില പ്രഭാകരനടുത്ത ഡിവോട്ടീസ് ചോദിച്ചു, ഇല്ലിസിറ്റ് സെക്സ്, യെസ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. വിവാഹത്തിന് പുറത്തുള്ള സെക്സ് പാടില്ല, ശരിയാണ്, ധാർമ്മികമായിട്ട് മോശം തന്നെയാണ്, അത് ഞങ്ങൾക്ക് അംഗീകരിക്കാം. പക്ഷേ വിത്തിൻ മാരേജ് ഇറ്റ് സെൽഫ്, വിവാഹത്തിൽ തന്നെ ഇങ്ങനെ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വി മേ ആസ് വെൽ നോട്ട് ഡു ഇറ്റ്. അതിന് ആവശ്യമില്ല. പിന്നെ എന്തിനാ ഒന്നായിട്ട് ശിലാപ്രഭു പറഞ്ഞു, ഇത് വേദിക് ഇൻജക്ഷൻ ആണ്. വേദങ്ങൾ പറഞ്ഞ കാര്യമാണ്. വേദങ്ങൾ പറഞ്ഞ കാര്യം എനിക്ക് മാറ്റാൻ കഴിയില്ല. വേദങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞു? യെസ്, കുട്ടികളെ ഉത്പാദിപ്പിക്കുമ്പോൾ ഒരു പ്രക്രിയക്ക് രസം ഉണ്ടാക്കാനായിട്ടുള്ള അറേഞ്ച്മെന്റ് ഭഗവാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് കുട്ടികൾ ഉണ്ടാക്കാൻ വേണ്ടി ഒറ്റ പ്രാവശ്യം അതിനുവേണ്ടി മാത്രമാണ് ചെയ്യേണ്ടത്. അത് കൂടെ ചെയ്യാനുള്ളതല്ല അത്. പക്ഷെ പ്രാകൃതരായിട്ടുള്ള ആൾക്കാരെ എന്താണ്, ഇത് അതിനു വേണ്ടി മാത്രം നിൽക്കും. സോ ഇതാണ് ജ്ഞാനചക്ഷുഷുള്ള ആൾക്കാരും ജ്ഞാനചക്ഷുഷ ഇല്ലാത്ത ആൾക്കാരും വ്യത്യാസം. അപ്പൊ ജ്ഞാനം ഉദിക്കണമെങ്കിൽ എന്താണ്? സ്ക്രിപ്റ്റേഴ്സ് വേണം. സ്ക്രിപ്റ്റേഴ്സ് നമ്മൾ വായിക്കണം. സ്ക്രിപ്റ്റേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ശിലാപ്രഭാകരൻ സ്പിരിച്വൽ മാസ്റ്റേഴ്സ് വേണം. നമുക്കായിട്ട് സ്വന്തമായിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല അത്. അപ്പൊ അതിനുവേണ്ടി അത് വിവരിച്ചു തരുന്ന സ്പിരിച്വൽ മാസ്റ്റേഴ്സ് ആവശ്യമുണ്ട്. എന്നിട്ട് ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഡിവോഷൻ സർവീസ് ചെയ്യാം. ഡിവോഷൻ സർവീസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ പടിപടിയായിട്ട് നമുക്ക് വരും. അപ്പോൾ അത് കലർപ്പില്ലാതെ, നിർമ്മലത്വാതെ, രജോ ഗുണം തമോ ഗുണം കലരാതെ നമ്മൾ ശ്രദ്ധിക്കണം. സത്വഗുണം നിർമ്മലത്വാദം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? രജോ ഗുണം തമോ ഗുണം അതിനുള്ളിൽ കയറി വരാൻ പാടില്ല. രജോ ഗുണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൂജ പ്രതിഷ്ഠ അങ്ങനത്തെ കാര്യങ്ങൾ താല്പര്യം. തമോ ഗുണം വെച്ച് കഴിഞ്ഞാൽ envy, അങ്ങനെ മറ്റുള്ളവരുടെ ബഹുമാനമില്ലായ്മ, അങ്ങനത്തെ കുറേ കാര്യങ്ങളും വരുമ്പോൾ നമ്മുടെ സ്പിരിച്വൽ ജേർണി സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ നമുക്ക് മുഴുവിക്കാൻ പറ്റാതെ. സോ വി ഹാവ് ടു ബി വെരി കെയർഫുൾ. കൃഷ്ണ കോൺഷ്യസ് വളരെ ശ്രദ്ധിക്കണം. നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം നമ്മളെ ഗുണങ്ങൾ നമ്മളെ എങ്ങനെയാണ് ബാധിക്കുന്നത്. ഓരോ കാര്യം നമ്മൾ എടുത്തു നോക്കിയാൽ അറിയാം. ശ്രദ്ധയില്ലായ്മ, ചെറിയ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ വിട്ടുപോകും. ചിലപ്പോൾ ദാറ്റ് മീൻസ് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ തപോഗുണത്തിൽപ്പെട്ടാണെന്ന്. ആരെങ്കിലും പറ്റി നമുക്ക് ചീത്തയായിട്ട് മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ അതും മനസ്സിലാക്കാൻ പറ്റുന്ന തമോ ഗുണത്തിലാണ്. ആരെങ്കിലും നമുക്കൊരു കോമ്പറ്റീഷൻ സ്പിരിറ്റ് നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ മനസ്സിലാക്കാൻ നമ്മൾ രജോ ഗുണത്തിലാണെന്ന്. സോ ഭയങ്കര മൈന്യൂട്ട് അനാലിസിസ് നമ്മൾ നടത്തണം.
ഇൻട്രോസ്പെക്ഷൻ അവിടെ ആവശ്യമാണ്. അപ്പോൾ മാത്രമേ നമുക്ക് ഒരാളെ പോലെ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റില്ല. പക്ഷേ ഇത് നേരത്തെ പറഞ്ഞ ഉദാസീനത, അതിനോട് നമുക്ക് ഉദാസീനത ഉണ്ടാവും. അപ്പോൾ ഉദാസീനത ഉണ്ടാവും. മറുവശത്ത് നമ്മൾ വളരെ ശക്തമായിട്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കണം. ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുമ്പോൾ സങ്കല്പം വികല്പം എന്ന 2 കാര്യങ്ങളുണ്ട്. സങ്കല്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് മാത്രം കേൾക്കണം. ഹരേ കൃഷ്ണ മന്ത്രം മാത്രം കേട്ടുകൊണ്ടിരിക്കണം. ഞാനിത് മാത്രമേ കേൾക്കുള്ളൂ സങ്കല്പം. പക്ഷേ ചിലപ്പോൾ സങ്കല്പം ഒന്ന് അയഞ്ഞു പോയി കഴിഞ്ഞാൽ ഉടനടി മറ്റേ ചിന്തകൾ കയറി വരും. അപ്പോൾ അതിനെ തടയാനാണ് വികല്പ. വികല്പ എന്നുള്ള ഒരു ഗാർഡ്, നമുക്കറിയാം, സെക്യൂരിറ്റി ഗാർഡായിട്ട് കണക്കാക്കാം. അപ്പം വികല്പ സ്വാഗതം ഉടനെ നമുക്ക് നമ്മുടെ മനസ്സ് ഈ തെറ്റായ ഡൈവേർഷൻസ് മാറി വീണ്ടും നമ്മൾ ശബ്ദത്തിലേക്ക് എത്തും. സങ്കല്പവും വികല്പവും വീക്കായി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പാടാം. സോ അത് നമ്മൾ മനസ്സിലാക്കണം. രണ്ടും സ്ട്രോങ് ആണ്. സങ്കല്പം വളരെ സ്ട്രോങ് ആയി കഴിഞ്ഞ് വികല്പത്തിന് വലിയ ആക്ഷൻ ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ശരി, സങ്കല്പം ഒരിക്കലും 100% സ്ട്രോങ് ആയിരിക്കില്ല. നമ്മൾ അങ്ങനെയാണ് ജീവിക്കുന്നത്. അങ്ങനത്തെ ഭൗതിക ഇതിലത്തെ നമ്മൾ ചെയ്യുന്നത്. കണ്ടീഷൻസ് ഓൾസോ ബദ്ധാത്മാത്വമാണ്. 100% പറ്റില്ല. പക്ഷെ അത് പാളിപ്പോയി കഴിഞ്ഞാൽ, സങ്കല്പം ഒന്ന് പതറിക്കഴിഞ്ഞാൽ ഉടനെ വികല്പം ഏറ്റെടുക്കാനുള്ള ശക്തി ആ ദൃഢനിശ്ചയങ്ങളിൽ നമുക്ക് ഉണ്ടാകും. That's why we advance. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. वाञ्छा कल्पतरुभ्यश्च अदर एक का मोबाइल लेके आया ना, इतना है आपका मोबाइल में है।